ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾക്ക് വലിച്ചെറിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷം ദൈവം പറയുന്ന വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേൽ ഉണ്ടാകുവാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതം വിജനമാണ്. ഒരു സമൃദ്ധിയുമില്ല. എല്ലാത്തിനും കുറവുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു പുതിയ കാര്യം ചെയ്യുവാൻ പോകുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാരണം മരുഭൂമി പോലെ കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ പുതിയ നദികളും പുതിയ പാതയും പുതിയ വഴികളും തുറന്നു തരാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് നീ വിശ്വസിക്കുക. നമ്മൾ ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചാൽ നമ്മൾക്ക് വേണ്ട വഴികൾ ആ ദൈവമായ കർത്താവ് തുറന്നു തരും. പുതിയൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ജീവിതം നിങ്ങൾക്കുണ്ടാവും. ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹവും കൃപയും സമാധാനവും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മരുഭൂമി അവസ്ഥകളും ദൈവമായ കർത്താവ് എടുത്തു മാറ്റി നിങ്ങളുടെ ജീവിതം ഐശ്വര്യപ്രദമായി സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളായി മാറട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് ഇന്നു മുതൽ അനുഗ്രഹത്തിൻ്റെ വചനമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് കാണുവാനുള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.